കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇടതുകോട്ടയായി ഉറച്ചു നിൽക്കുന്ന മണ്ഡലങ്ങളുള്ള ജില്ലയാണ് ആലപ്പുഴ. മുന്നണികളുടെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകുമ്പോൾ ഇത്തവണ ആലപ്പുഴ ആർക്കൊപ്പമാകും? ആലപ്പുഴയുടെ തെരഞ്ഞെടുപ്പ് ചിത്രം വിശദമാക്കാൻ ഞങ്ങളുടെ പ്രതിനിധി ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, ഗുഡ് മോർണിംഗ്. ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആലപ്പുഴ ഇക്കുറി വലിയ തോതിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ശ്രദ്ധേയമായത് അത് അമ്പലപ്പുഴ കേന്ദ്രീകരിച്ചാണ്. ഇന്നലെ ഇടത് സ്ഥാനാർത്ഥിയും ഒപ്പം ജി സുധാകരന് മുന്നിലെത്തിയപ്പോൾ പരസ്പരം സംസാരിക്കാതെ ഒക്കെ കണ്ട് ചിരിച്ചങ്ങ് പോയി. അതിനപ്പുറത്തേക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ആലപ്പുഴ മണ്ഡലം, ആലപ്പുഴ ജില്ല ഒരു അമ്പലപ്പുഴ പ്രഭാവം ഉണ്ടാകുമോ ആകെ മൊത്തത്തിൽ എന്നുള്ളതാണ്. എൽദോ, അമ്പലപ്പുഴ മാത്രമല്ല, ആലപ്പുഴ ജില്ലയിൽ ഇത്തവണ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മത്സരം പലയിടങ്ങളിലും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുക. വളരെ വാശിയേറിയൊരു മത്സരം, രാഷ്ട്രീയമായി വോട്ട് രേഖപ്പെടുത്തുകയും കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ഇടത് കോട്ടയായി നിലകൊള്ളുകയും ചെയ്തിട്ടുള്ള മധ്യകേരളത്തിലൊരു ജില്ലയാണ് ആലപ്പുഴ. പ്രത്യേകിച്ച് ഇടതുമുന്നണി അവർ ഏറ്റവും അധികം സീറ്റുകൾ പ്രതീക്ഷിക്കുന്ന ജില്ലകളിലൊന്നുകൂടിയാണ് ആലപ്പുഴ എന്നുള്ളതാണ്. എന്തായാലും ആലപ്പുഴയിൽ ഇത്തവണ നേരത്തെ എൽദോ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയ ചിത്രം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം അമ്പലപ്പുഴയാണ് തെരഞ്ഞെടുപ്പിൽ തന്നെ സംസ്ഥാനത്ത് ഏറ്റവും അധികം ശ്രദ്ധേയമായ ചർച്ചകൾ നടന്ന ഒരിടം എന്നുള്ളതാണ്. ജി സുധാകരൻ CPM വിട്ടുപോകുന്നതടക്കമുള്ള രാഷ്ട്രീയ കോലാഹലങ്ങൾക്ക് തന്നെ തിരികൊളുത്തി വിട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒരു ജില്ലയാണ് ആലപ്പുഴ. അതുകൊണ്ട് തന്നെ ഇത്തവണ ആലപ്പുഴയിൽ മത്സരം വളരെ കടുത്ത മത്സരം തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം അമ്പലപ്പുഴയാണ്. അമ്പലപ്പുഴയിൽ CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു പരാജയം അവർക്ക് അംഗീകരിക്കാൻ കഴിയാത്തതാണ്. കാരണം നിലവിൽ ജി സുധാകരൻ നേതൃത്വത്തിനെതിരെ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് തന്നെയാണ് പുറത്തേക്ക് പോയിരിക്കുന്നത്. മുതിർന്ന നേതാക്കന്മാരെ പരിഗണിക്കുന്നില്ല എന്നുള്ള ആക്ഷേപം ഉയർത്തി പുറത്തേക്ക് പോയൊരു ജില്ല കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത് ശരിയല്ല എന്ന് വരുത്തി തീർക്കുക, അല്ലെങ്കിൽ അത് അങ്ങനെയെന്ന് പ്രൂവ് ചെയ്യേണ്ട ഉത്തരവാദിത്തം പാർട്ടിക്ക് ഉള്ള ഒരു ജില്ലയാണ് ആ അമ്പലപ്പുഴ നിയോജക മണ്ഡലം ആലപ്പുഴയിലെ. അതുകൊണ്ട് അവിടെ എല്ലാ മെഷീനറീസും ഇറക്കി എങ്ങനെ ജി സുധാകരനെ പോലെയുള്ള ഒരാളെ പ്രതിരോധിക്കാം എന്നുള്ളൊരു കണക്ക് കൂട്ടൽ നടക്കുന്നുണ്ട് ആലപ്പുഴയിൽ. ഇന്നലെ തന്നെയാണെങ്കിൽ തന്നെ നോമിനേഷൻ നൽകാൻ വരുമ്പോൾ തന്നെയാണെങ്കിലും സലാം സിറ്റിംഗ് MLA ആണ്, LDF സ്ഥാനാർത്ഥിയാണ്. ഒപ്പം ജി സുധാകരനും എത്തുമ്പോൾ ആ ഒരു നോമിനേഷൻ നൽകാൻ എത്തുന്ന ആ ഒരു സമയത്ത് പോലും ഒരു ശക്തി പ്രകടനം പോലെയായിരുന്നു അമ്പലപ്പുഴ വന്നിരുന്നത്. പക്ഷേ അമ്പലപ്പുഴ ഈ പറഞ്ഞ പോലെ ഇടതുപക്ഷത്തിന് അത്ര എളുപ്പത്തിൽ കയറിപ്പോകാൻ കഴിയുന്ന ഒരു മണ്ഡലമായി ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെ നല്ല വർക്ക് തന്നെ ഇടതുപക്ഷത്തിന് എടുക്കേണ്ടി വരും. കാരണം തുടർച്ചയായ മത്സരത്തിൽ അമ്പലപ്പുഴയിൽ വിജയിച്ച അമ്പലപ്പുഴക്കാരുമായി നേരിട്ട് ബന്ധമുള്ള ജി സുധാകരനോടാണ് അവിടെ LDFന് മുന്നിട്ട് അല്ലെങ്കിൽ മുട്ടേണ്ടി വരുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അമ്പലപ്പുഴയിൽ മത്സരം LDFും ഒപ്പം തന്നെ ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി UDF പിന്തുണയോടെ എത്തിയ ജി സുധാകരൻ തന്നെയാണ് എന്ന് നമുക്ക് പറയാം. മറ്റൊന്ന്, സജി ചെറിയാൻ മത്സരിക്കുന്ന ചെങ്ങന്നൂർ മണ്ഡലമാണ്. തുടക്കത്തിൽ ചെങ്ങന്നൂർ മണ്ഡലത്തിൽ BJPയുടെ A ക്ലാസ് മണ്ഡലമാണ് എന്നൊക്കെ അവർ അവകാശവാദം ഉന്നയിച്ച് അവിടെ മികച്ച മത്സരം ഉണ്ടാകും. കാരണം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ 5 പഞ്ചായത്തുകൾ കിട്ടിയ 9 പഞ്ചായത്തുകളിൽ 5ഇടത്തും BJP അധികാരത്തിലെത്തിയ മണ്ഡലമാണ് ചെങ്ങന്നൂർ. അതുകൊണ്ട് തന്നെ ഇത്തവണ A ക്ലാസ് മണ്ഡലമാകുമ്പോൾ അവർക്ക് അവർ അടിത്തട്ടിൽ തന്നെ ഒരു വർക്ക് എടുത്തിരുന്നൊരു സ്ഥലം കൂടിയാണ്. അതിന് നേതൃത്വം കൊടുത്തിരുന്നത് BJPയുടെ സന്ദീപ് വചസ്പതി ആയിരുന്നു. കാരണം തെക്കൻ ഭാഗത്തെ ജില്ലയുടെ ചുമതല സന്ദീപിനായിരുന്നു. പക്ഷേ സന്ദീപ് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരുമെന്ന് കരുതി കൂട്ടി അവിടെ വളരെ മുൻപ് തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. അപ്രതീക്ഷിതമായി സന്ദീപിന്റെ സ്ഥാനാർത്ഥിത്വം ഹരിപ്പാടേക്ക് മാറിയതോടുകൂടിയാണ് ചെങ്ങന്നൂർ വീണ്ടും ചർച്ചയിലേക്ക് വന്നിരിക്കുന്നത്. കാരണം അവിടെ ഒരു ഒത്തുകളി നടന്നിട്ടുണ്ടെന്നുള്ള ഒരു ആരോപണം BJPയുടെ ഭാഗത്തു നിന്നുകൂടി ഉയർന്ന്, അല്ലെങ്കിൽ അതിനകത്തു നിന്നുകൂടി രഹസ്യമായി ഉന്നയിക്കപ്പെട്ടിരുന്ന ആരോപണം പുറത്തേക്ക് വന്നതോടുകൂടി ചെങ്ങന്നൂർ ഇപ്പോൾ സജി ചെറിയാന്റെ ഒരു ഏകപക്ഷീയ വിജയത്തിനായി വഴിയൊരുക്കുന്ന ഒരു A ക്ലാസ് മണ്ഡലമായിട്ട് BJP അവിടെ ശ്രമം നടത്തുന്നില്ല എന്നുള്ളൊരു ആക്ഷേപത്തിന്റെ പുറത്ത് നിൽക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. സജി ചെറിയാൻ കൃത്യമായ ആധിപത്യമുള്ള ഒരു ഇടമാണ്. കാരണം ആളുകളുമായുള്ള ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ ഉറപ്പിച്ച്, മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ വളരെയധികം ഉറപ്പിച്ചു പോകുന്ന ഒരു തന്ത്രശാലിയായ ഒരു രാഷ്ട്രീയ നേതാവാണ്. അതുകൊണ്ട് തന്നെ അവിടെ ചെങ്ങന്നൂർ ഇടതുപക്ഷം വലിയ പ്രതീക്ഷ വെക്കുന്ന, ജയിച്ച് കയറും എന്നവർ കരുതുന്ന ഒരു ഇടം കൂടിയാണ്. തിരിച്ചിങ്ങോട്ട് വരികയാണെങ്കിൽ
നമ്മൾ ചേർത്തല മണ്ഡലം പരിശോധിക്കുകയാണെങ്കിൽ ചേർത്തല നമുക്കറിയാം കഞ്ഞിക്കുഴി മുഹമ്മയും ഒക്കെ ഉള്ള കണർകാട്ടും കൃഷ്ണപിള്ള സ്മാരകവുമൊക്കെയുള്ള ഇടത് കോട്ടയാണ് ചേർത്തല. പക്ഷെ ചേർത്തലയിലും ഇത്തവണ മത്സരം എന്തായിരിക്കുമെന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ തവണ തൊട്ടടുത്തുള്ള ആലപ്പുഴയും അമ്പലപ്പുഴയും ഒക്കെ UDF കൂടി ചായ്വുള്ള മണ്ഡലങ്ങളായിരുന്നു. പക്ഷെ അവിടെയൊക്കെ 13,000-വും 16,000-വും വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറിയപ്പോൾ ഇടത് കുത്തക എന്ന് വിലയിരുത്തപ്പെട്ട ചേർത്തല അവസാന റൗണ്ടിലേക്ക് വരും വരെയും പി പ്രസാദ് 3,000-ഓളം വോട്ടുകൾ മാത്രമാണ് ലീഡ് ചെയ്തിരുന്നത് എന്നുള്ളതാണ്. ലാസ്റ്റ് ലാപ്പിലേക്ക് വരുമ്പോൾ ആണ് 6,000 വോട്ട് നേടി അദ്ദേഹം ജയിക്കുന്നത്. അപ്പോൾ വലിയ ഭൂരിപക്ഷം ലഭ്യമാകുന്ന ഇടത്ത് അവിടെ കഴിഞ്ഞ തവണ ഒരു നിരങ്ങി കയറേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. ഇത്തവണ മത്സരം അവിടെ പ്രാദേശികമായി തന്നെ ഉള്ള ആളാണ് രാജേന്ദ്ര പ്രസാദ്, UDF സ്ഥാനാർത്ഥിയാണ്. അവിടെയും മത്സരം UDF-ഉം ഒപ്പം തന്നെ LDF-ഉം തമ്മിലാണ് നമുക്ക് പറയാം. കാരണം ഈ പറയുന്ന രീതിയിൽ BJPക്ക് കായംകുളം അടക്കമുള്ള ഇടങ്ങളിൽ NDAക്ക് കൃത്യമായ ഒരു ആധിപത്യം അവർക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിൽ പോലും സ്ഥാനാർത്ഥി നിർണയത്തിൽ അല്ലെങ്കിൽ ആളുകളെ പ്ലേസ് ചെയ്യുന്നതിൽ അത്ര ഗുണകരമായ ഒരു സ്ഥാനാർത്ഥി നിർണയമാണ് BJPയുടേത് അല്ലെങ്കിൽ NDAയുടേത്, BDJSന്റേത് നമുക്ക് പറയാൻ കഴിയില്ല. അത്തരത്തിൽ വെല്ലുവിളി ഉയർത്തുന്ന ആളുകളൊന്നും തന്നെ അവരുടെ ഒരു സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് ഇടം പിടിച്ചില്ല എന്നുള്ളതാണ്. എന്തായാലും ചേർത്തലയിലേക്ക് ആലപ്പുഴയിൽ ഗംഭീരമായിട്ടുള്ള ഒരു പോരാട്ടം ആ ജില്ലയിൽ ഉടനീളം ഉണ്ടാകും. അത് അമ്പലപ്പുഴ മാത്രമല്ല എന്നാണ് ശരണ്യ റിപ്പോർട്ട് ചെയ്യുന്നത്. ഓരോ മണ്ഡലങ്ങളിലും വലിയ വലിയ പ്രതീക്ഷകൾ അതാത് മുന്നണികൾ പുലർത്തുകയും ചെയ്യുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.